ഐക്കൂടെ ഐക്യൂ നിയോ 6 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ 30,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യൂ നിയോ 6 എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഐക്യൂ നിയോ 6ൽ 6.62 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതിൽ E4 AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ HDR10+ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 360 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 1200 Hz ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഗെയിമിങ്ങിൽ യൂസ്ഫുൾ ആയിട്ട് വരും. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1300 നിറ്റ്സ് ആണ്. അപ്പോൾ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഐക്യൂ നിയോ 6ൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 190 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.54 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സൈബർ റേജും അതുപോലെ തന്നെ ഡാർക്ക് നോവയും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ 4 5G ബാൻഡ്സേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇന്ത്യയിൽ ഏതൊക്കെ 5G ബാൻഡ്സ് ആയിരിക്കും വരിക എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇതേ സെയിം 5G ബാൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലാണ് വരുന്നത്. 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡീഫ്രാഗ്മെൻറ്റേഷൻ 2.0 എന്നുള്ള ടെക്നോളജിയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ്സിലോട്ടൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്കും കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോൺ വെട്ടം നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കാസ്കേഡ് കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് X-ആക്സിസ് ലീനിയർ മോട്ടർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 64 MP 1.89 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സാംസങ് ISOCELL GW1P സെൻസറാണ്. ഇതിൽ OS എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 8 MP f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് 2 MP f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസാണ് വരുന്നത്. ഫ്രണ്ടിൽ 16 MP f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 4700 mAh ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ തന്നെ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ടൈപ്പ് C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ 8GB റാം വെർഷൻ്റെ വില വരുന്നത് 29,999 രൂപയാണ്. അതുപോലെ തന്നെ 12GB റാം വെർഷൻ്റെ വില വരുന്നത് 33,999 രൂപയാണ്. ആമസോൺ വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. ഈ ഫോണിൻ്റെ സെയിൽ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജൂൺ 5-ന് മുമ്പായിട്ട് ഈ ഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ICCയുടെ കാർഡ് യൂസ് ചെയ്യുമ്പോൾ 3000 രൂപയുടെ ഓഫ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആമസോൺ കൂപ്പൺസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഓഫും ലഭിക്കുന്നതായിരിക്കും. പിന്നെ എക്സ്ചേഞ്ച് ഓഫറായിട്ട് 3000 രൂപയുടെ ഓഫും വരുന്നുണ്ട്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഐക്യൂ നിയോ 6 എന്ന ഫോണിൽ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഐക്യൂ നിയോ 6 എന്ന ഫോൺ. പിന്നെ ഓഫറിൽ 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഐക്യൂടെ തന്നെ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ Iqoo 7 എന്നൊരു സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിലും ഇതുപോലുള്ളൊരു ഡിസ്പ്ലേയും അതുപോലെ തന്നെ ഇതേ സെയിം സ്നാപ്ഡ്രാഗൺ 870 എന്നുള്ള പ്രോസസ്സറൊക്കെ തന്നെയാണ് വരുന്നത്. ക്യാമറയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ബാറ്ററിയുടെ കാര്യത്തിലൊക്കെയാണ് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത്. ആ ഒരു ഫോൺ പലരും 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൊരു ഫോണാണ്. അപ്പം ഈ ഒരു ഫോൺ എടുക്കുന്നതിന് മുമ്പ് ആ ഒരു ഫോണും ഈ ഒരു ഫോണും തമ്മിലുള്ള ഒരു കമ്പാരിസണും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം ഒരു ഫോൺ സെലക്ട് ചെയ്യുക. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു ഫോണായിട്ടാണ് ഐക്യൂ നിയോ 6 എന്ന ഫോൺ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.